ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവ് ജന്മന അന്ധനായ മനുഷ്യന് കാഴ്ച കൊടുത്ത സംഭവമാണല്ലോ ഇന്നത്തെ ചിന്താവിഷയം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം മുഴുവൻ ഈ സംഭവത്തിന്റെ വിവരണമാണ്. മറ്റ് 3 സുവിശേഷങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അന്ധന് കാഴ്ച നൽകിയ സംഭവം വിവരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു രീതിയിലാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിലും ഈ സംഭവം സൗഖ്യം പ്രാപിച്ച മനുഷ്യന് ലഭിച്ച അനുഗ്രഹമായും യേശു പ്രവർത്തിച്ച ഒരു അത്ഭുതമായും മാത്രമേ വ്യാഖ്യാനിക്കുന്നുള്ളൂ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു സാക്ഷാൽ ദൈവപുത്രനാണെന്നും അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്നും അവൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണെന്നും കാഴ്ചയുണ്ടെന്ന് നടിക്കുന്നവരുടെ കപട കാഴ്ചപ്പാടുകളെ ന്യായം വിധിക്കുന്നവനാണെന്നും ബോധ്യപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് ഈ സംഭവത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ആദിയിൽ ദൈവം സൃഷ്ടി നടത്തുന്നതിന് സമാനമായി മണ്ണ് കുഴച്ച് പുതിയ ഉൾക്കാഴ്ചയുടെ അകക്കണ്ണ് യേശു ഈ അന്ധനായ മനുഷ്യൻ സൃഷ്ടിക്കുന്നു. യേശുക്രിസ്തുവിൽ ഒരാൾ പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ ആന്തരിക കാഴ്ചപ്പാടുകൾക്കാണ് മാറ്റം ഉണ്ടാകേണ്ടതെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. തുടർന്ന് ശീലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ ആവശ്യപ്പെടുന്നത് ഒരു ആന്തരിക മാമോദിസായുടെയും കുമ്പസാരത്തിൻ്റെയും ആവശ്യകതയിലേക്കും വിരൽ ചൂണ്ടുന്നു. പൗലോസ്ലീഹ റോമാലേഖനം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ള പരിച്ഛേദനയും അല്ല, ആകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്ര പരിച്ഛേദന. ആത്മാവിനൊരു പരിച്ഛേദന ആവശ്യമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കും ആത്മാവിനൊരു കഴുകൽ അഥവാ മാമോദീസ ആവശ്യമാണ്. ആ കഴുകൽ ഉണ്ടാകുമ്പോൾ നമുക്കകത്ത് ഒരു വലിയ വെളിച്ചം ഉദിക്കുകയാണ്. ആ ഉദിക്കുന്ന വെളിച്ചമാണ് സാക്ഷാൽ യേശുക്രിസ്തു. അപ്പോഴാണ് കാണേണ്ട വിഷയങ്ങളെ കാണേണ്ടതുപോലെ കാണുവാനുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. കണ്ണ് തുറന്നു കിട്ടിയവൻ യഹൂദ പ്രമാണിമാരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു: ആ മനുഷ്യൻ എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം തന്നെ. ദൈവത്തിനിടയിൽ നിന്ന് വന്നവനല്ല എങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. കാരണം യഹൂദ പ്രമാണിമാർ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയത്തിൽ യേശുവാകുന്ന വെളിച്ചം ഉദിച്ചിരിക്കുന്നു. അതാണ് ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്ന സാക്ഷ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായി ചർച്ച ചെയ്യുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കാഴ്ചയില്ലാത്തവൻ നേരിടുന്ന അന്ധകാരത്തിൻ്റെ ഭീകരത. 2, കാഴ്ചയുള്ളവർ ആസ്വദിക്കുന്ന പ്രകാശത്തിൻ്റെ മനോഹാരിത. കാഴ്ചയില്ലാത്തവൻ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് ശരീരത്തിൻ്റെ കണ്ണിന് അസുഖം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടവരെ ഉദ്ദേശിച്ചല്ല, മറിച്ച് മനസ്സിന് തിമിരം ബാധിച്ച് മനസ്സ് കുരുടായിപ്പോയവരെ ഉദ്ദേശിച്ചാണ്. അത്തരക്കാർ സമൂഹത്തിന് എക്കാലവും ബാധ്യതയും വലിയ ഭീഷണിയുമാണ്. അവർ വിശാലമായി വിഷയങ്ങളെ കാണുവാൻ കഴിയാത്തവരാണ്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ശാഠ്യം പിടിക്കുന്നവരാണവർ. ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ എല്ലാവരും നടന്നുകൊള്ളണം എന്ന് ആക്രോശിക്കുന്നവരാണവർ. ആർക്കെല്ലാം എന്തെല്ലാം സംഭവിച്ചാലും എനിക്കതൊന്നും വിഷയമല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകും എന്ന വാശി പിടിക്കുന്നവരാണവർ. എനിക്ക് ആരെയും സഹായിക്കാൻ വയ്യ, എന്നെ ആരും സഹായിക്കുകയും വേണ്ട എന്ന സങ്കുചിത മനസ്സാണ് അവർക്കുള്ളത്. വൈരാഗ്യം മനസ്സിൽ വെച്ച് പ്രതികാരം വീട്ടുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണവർ. ആരും പറയുന്നത് കേൾക്കുവാൻ അവർക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് എല്ലാവരും കേട്ടുകൊള്ളണം എന്ന് ആജ്ഞാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർ എപ്പോഴും ആക്രമണകാരികളും ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരും ആയിരിക്കും. ആരെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വളരെ ചെറിയ ഒരു മനസ്സിൻ്റെ ഉടമകളാണവർ. കലഹവും ശത്രുതയും അല്ലാതെ സന്തോഷമോ സമാധാനമോ ഇവർക്കോ ഇവരോട് ചേർന്ന് നിൽക്കുന്നവർക്കോ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവർ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വലിയ ഉപദ്രവവും ബാധ്യതയുമായി മാറുകയാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണക്കാർ ഇക്കൂട്ടർ ഇങ്ങനെയുള്ള ആളുകളാണ്. ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയാതെ അന്ധകാരത്തിന് തടവറയിൽ ഭീകര ജീവിതത്തിന് വിധിക്കപ്പെട്ടവരായിട്ടാണ് നമുക്ക് അവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2, കാഴ്ചയുള്ളവർ ആസ്വദിക്കുന്ന പ്രകാശത്തിൻ്റെ മനോഹാരിതയാണ്. ഇംഗ്ലീഷിൽ അഡാപ്റ്റീവ്നെസ് എന്നൊരു വാക്കുണ്ട്. സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേർന്ന് എല്ലാവരോടും യോജിച്ച് പോകുന്ന സ്വഭാവ സവിശേഷതയ്ക്കാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ച ലഭിച്ചവരെ ഈ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാം എന്ന് തോന്നുന്നു. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർ പറയുന്നതും ശരിയായിരിക്കാം എന്ന ചിന്തയോടെ
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുവാനും സ്വീകരിക്കുവാനും തയ്യാറുള്ളവരാണ് ഈ കൂട്ടർ. വിവിധ വിഷയങ്ങളെക്കുറിച്ച് നല്ല അറിവും പരിജ്ഞാനവും ഇവർക്കുണ്ടെങ്കിലും ഇവർ വളരെ വിനയത്തോടെ മറ്റുള്ളവരെ ആദരിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരോട് ഇടപെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഏത് വലിയ പ്രശ്നത്തെയും വളരെ ലളിതമായി സമീപിക്കുവാനും നിസ്സാരമായി അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും ശ്രമിക്കുന്നവരായിരിക്കും ഇവർ. മറ്റുള്ളവർ എപ്പോഴും കൂടെ ഉണ്ടാവണം, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് വന്നിരിക്കുന്നത്, ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും എൻ്റെ സഹായങ്ങൾ ഞാൻ പരമാവധി ചെയ്തു കൊടുക്കും എന്ന് എപ്പോഴും ചിന്തിക്കുന്നവരാണ് ഈ കൂട്ടർ. വളരെ നല്ല നർമ്മബോധത്തോടെ സംസാരിക്കുകയും അത് മറ്റുള്ളവർക്ക് കേൾക്കും തോറും നല്ല ആഹ്ലാദവും സന്തോഷവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നവരും ആയിരിക്കും. ഇങ്ങനെ ഉള്ളവർ സ്വയം ജീവിതം ആസ്വദിക്കുകയും മറ്റുള്ളവരെ പരമാവധി സന്തോഷിപ്പിക്കുകയും ചെയ്യുക അവരുടെ സവിശേഷതയാണ്. ജീവിതം ആസ്വദിച്ച് വിജയിച്ചവരുടെ എല്ലാ ജീവിത മാതൃകകൾ പിൻപറ്റുവാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരുമായിരിക്കും ഇവർ. ഈ രണ്ട് കൂട്ടരെയും നാം സമൂഹത്തിൽ കാണുന്നുണ്ടല്ലോ. വലിയ നോമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് തരക്കാരിൽ ആരുടെ ഭാഗത്താണെന്ന് ചിന്തിക്കണം. കർത്താവ് ലോകത്തിലേക്ക് വന്നത് നമുക്ക് വെളിച്ചം നൽകുവാനാണ്. നമ്മുടെ കണ്ണുകൾ തുറന്ന് നല്ല കാഴ്ചപ്പാടുകളോടുകൂടി ജീവിതത്തെ സമീപിക്കുവാനാണ്. യേശുവിനോട് ചേർന്ന് ജീവിതത്തിന് മനോഹാരിത ആസ്വദിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നാം മറ്റുള്ളവർക്ക് ബാധ്യതയും ഉപദ്രവവും ഭാരവുമായി തീരുകയല്ല, മറിച്ച് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആഹ്ലാദവും പ്രദാനം ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. അതിന് ഈ വലിയ നോയമ്പിൻ്റെ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.